ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്. മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ്, ഓപ്പോസിറ്റ് കനറ ബാങ്ക്, മെയിൻ റോഡ്, ചേലക്കര. ക്വാറി കൊണ്ട് പൊറുതിമുട്ടി വെങ്ങാനല്ലൂരിലെ ഉഴുന്നുംപറമ്പ് ഗ്രാമം. പല വീടുകളിലും കൽച്ചീലുകൾ വീഴുന്നതായി പരാതി. ക്വാറി പ്രവർത്തനങ്ങൾ കാരണം വെങ്ങാനല്ലൂരിലെ ഉഴുന്നുംപറമ്പ് ഗ്രാമം ദുരിതത്തിലാണ്. ക്വാറിയിൽ സ്ഫോടനം നടത്തുമ്പോൾ കല്ലുകൾ തെറിക്കുകയും അതെല്ലാവരുടെയും വീടുകളിലേക്ക് എത്തുകയും ചെയ്യുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടു. ഇവിടെ പരക്കാട് ശ്രീകൃഷ്ണ എസ്റ്റേറ്റിന്റെ അവിടെയുള്ള ക്വാറിയുടെ അടുത്താണ് താമസിക്കുന്നത്. ഞാനിപ്പോൾ 7 മാസം ഗർഭിണിയാണ്. അത് കഴിഞ്ഞ് ഇവിടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. നമുക്കിവിടെ വന്നിട്ട് വീട്ടിലൊരു നേരം മര്യാദയ്ക്ക് പേടിയില്ലാണ്ട് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. എപ്പോഴും അവിടുന്ന് പൊട്ടുന്നതിന്റെ സൗണ്ട്, കല്ലുകളൊക്കെ ഇവിടെ തൊട്ടടുത്ത വീട് വരെ വന്ന് വീണു തുടങ്ങി. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. പല വീടുകളിലും കൽച്ചീളുകൾ വീഴുന്നതായും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എന്നും പ്രദേശവാസികൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. ഇവിടെ ഇപ്പൊ എന്റെ അച്ഛനാണെങ്കിൽ സ്ട്രോക്ക് വന്നിട്ട് സുഖമില്ലാതെ ഇരിക്കുന്ന ആളാണ്. അപ്പോൾ പെട്ടെന്ന് കല്ല് വരികയാണെങ്കിൽ കൂടി ആൾക്ക് കാണാനോ ഒന്നിനും സാധിക്കില്ല. ഞങ്ങളുടെ വീട്ടിലിപ്പോ ചേച്ചിയാണെങ്കിൽ ഗർഭിണിയായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ പല അസുഖങ്ങളും ഉള്ളവരാണ് പല സ്ഥലത്ത് വീടുകളും ഇവിടെ ഉള്ളവര്. അപ്പൊ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇങ്ങനൊരു ക്വാറി ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിന് നല്ലൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഞങ്ങൾക്ക് വേണം. ഗർഭിണികളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഭയത്തിലാണെന്നും കുട്ടികൾ പേടിച്ചിട്ട് ഉറങ്ങുന്നില്ലെന്നും പ്രദേശവാസികൾ അറിയിച്ചു. കല്ല് തെറിച്ചു, എല്ലാവരും വീട്ടിലേക്കും കല്ലെത്തി. അപ്പൊ ഇപ്പോൾ അവർ പറയും ഇനി മേലെ തെറിക്കില്ല എന്നാണ് പറഞ്ഞിട്ടാണ് ഒരു വാണിംഗ് പറഞ്ഞിട്ട് പോരുന്നത്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് കിടന്നുറങ്ങാൻ. കുട്ടികൾക്കടക്കം കുട്ടികൾ ഉറങ്ങില്ല പേടിച്ചിട്ട്. ജനങ്ങൾക്കും പേടിയായി. സ്ഫോടനം നടത്തിയവർ ഇനി മേലിൽ കല്ല് തെറിക്കില്ലെന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്തതെന്നും അവർ പറഞ്ഞു. ചേലക്കര പഞ്ചായത്ത് ഭരണസമിതിയാണ് ഈ ക്വാറിക്ക് അനുമതി നൽകിയത്. അതെ, ഞാനുള്ള കാലയളവിനാണ് കൊടുത്തിട്ടുള്ളത്. ഈ പ്രദേശത്തുള്ള മെമ്പർമാരിൽ ഞാൻ മാത്രമാണ് അതിന് യോജിച്ചിട്ടുള്ളത്. വെങ്ങാനല്ലൂർ വില്ലേജിൽപ്പെട്ട ഞാൻ മാത്രമാണ് വിയോജിച്ചിട്ടുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. കോറി കൊണ്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അറിയണതാണ്. പിന്നെ ഈ പ്രദേശത്തുള്ള ആളുകളായിട്ടൊക്കെ സംവദിക്കുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റുന്നവർക്കുള്ള ദുരിതങ്ങളും ഇതൊക്കെ. ഇന്നിപ്പോൾ നമ്മളിത് നേരിട്ട് കാണുകയും ചെയ്തു. ഇവിടെ വന്ന് കല്ല് വീണതും കാര്യങ്ങളും. അതിലൊക്കെ ഉപരിയായിട്ട് നമുക്ക് അതിൻ്റെ റോഡിൻ്റെ അവസ്ഥ അറിയാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് 5 മണിക്ക് ശേഷം അതിലുള്ള യാത്ര വളരെ ദുരിതമാണ്. കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ തന്നെ നമ്മൾ ചെറുവാഹനങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ നമുക്കറിയാവുന്നതുകൊണ്ടാണ് ഞാനതിന് വിയോജിച്ചിട്ട് നിന്നിട്ടുള്ളത്. ഒരു അരമണിക്കൂർ മുമ്പ് ഇവിടുന്ന് ഈ ഉഴുന്നുപറമ്പിൽ നിന്ന് ഒരു ഫോൺ വന്നതിൻ്റെ പേരിലാണ് ഞങ്ങൾ വന്നത്. അതായത് ഇവിടെ വീടുകളിലേക്ക് കല്ല് വന്ന് വീണു എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വന്നത്. അപകടം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ വന്ന് നോക്കിയപ്പോൾ ആ ഒരു പഴയൊരു വീടാണ്. ആ വീടിൻ്റെ മുറ്റത്താണ് ഈ കല്ല് വീണ് കിടക്കുന്നത്. ആ വീട്ടുകാരും ആ സമയത്ത് പുറത്തുണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് അവരിൽ നിന്ന് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ വലിയൊരു അപകടം തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ ഒരു തിരുത്താൻ പറ്റാത്ത ഒരു അപകടം, അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത ഒരു അപകടത്തിലേക്കാണ് അപ്പോൾ അവിടെ സംഭവിച്ചത്. എന്തോ ഭാഗ്യം കൊണ്ട് അത് സംഭവിച്ചില്ല. ഇനി ഈ കോറി തുടങ്ങിയിട്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ആ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു വലിയ മാർജിനിലാണ് അവർ ഈ പാറ പൊട്ടിക്കുന്നത്. ഈ ഭാഗത്ത് ഇവിടെയുള്ള ആളുകൾ പറയണത് വീട്ടിലിരിക്കാൻ പറ്റില്ല. ആ രീതിയിലുള്ള മുഴക്കവും ആ രീതിയിലുള്ള വിറയലുമാണ് ഈ വീടുകൾക്കൊക്കെ. മിക്ക വീടുകൾക്കും വിള്ളൽ വീണ് കഴിഞ്ഞു. ഇപ്പോൾ ഇത് തുടങ്ങി 1 മാസം ആകുമ്പോഴേക്കും വിള്ളൽ വീണ് കഴിഞ്ഞു. ഈ വീടുകളുടെ വളരെ അടുത്താണ് ഇവരിത് പൊട്ടിക്കുന്നത്. ഇങ്ങനെയൊക്കെ ലൈസൻസ് ഇതെങ്ങനെ ആരാണിത് കൊടുത്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ഇത്രയും ജനവാസ കേന്ദ്രത്തോട് ചേർന്ന് കോറിയുടെ കല്ല് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അതപ്പോൾ മനഃപൂർവ്വം ഈ നാട്ടുകാരുടെ ജീവനും സ്വത്തിനും ഒരു വിലയും കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കോറിയുമായി ബന്ധപ്പെട്ട ആളുകൾ. അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് കാണിക്കില്ലോ. ഈ ഇത്രയും വീടുകൾ ഇവിടെ ഉള്ളപ്പോൾ അതിൻ്റെ അടുത്ത് വന്നിട്ട് പടക്കം മറ്റേ ഈ പാറ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇവർക്ക് ഇതിൻ്റെ ലൈസൻസും കാര്യങ്ങളും ഇതൊക്കെ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ വഴികളിലാണ് ഇവർ നേടിയെടുത്തത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ടി വരും. അത് അന്വേഷിക്കേണ്ട സ്ഥിതി തന്നെയാണ്. കാരണം ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഈ ഉഴുന്നുപറമ്പ് എന്ന് പറയുന്ന മേഖല ഇല്ലാതെയാവും. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്വാറിയുടെ ചർച്ചയിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയ മെമ്പറും കോൺഗ്രസിന്റെ ചേലക്കര മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി ഉൾപ്പെടെയുള്ളവരും ഇന്ന് സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കോറി കൊണ്ട് ദുരിതമനുഭവിക്കുന്ന വെങ്ങാനല്ലൂരിലെ ഉഴുന്നുംപറമ്പിൽ നിന്നും CCVക്ക് വേണ്ടി സുമേഷ് അരമ്പറമ്പിലിനോടൊപ്പം വിനോദ് നായർ.